ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇപ്പം നമ്മൾ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ ഉള്ളത്. നൈവു ബേബിക്ക് 1 വയസ്സാവാൻ പോവുകയാണ്. അപ്പോൾ 1 വയസ്സിൻ്റെ ബർത്ത്ഡേ കൂടാനായിട്ടാണ് നൈവുവിൻ്റെ ഡാഡി ദുബായിൽ നിന്ന് വരുന്നത്. സോ നമ്മൾ നൈവുവിൻ്റെ ഡാഡീനെ പിക്ക് ചെയ്യാൻ പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈം നൈവു ബേബിയെ നൈവുവിൻ്റെ ഡാഡി കാണുന്നത് 6 മന്ത് ചോറൂണ് ടൈമിലാണ് കേട്ടോ. ആഫ്റ്റർ ഡെലിവറി ഫസ്റ്റ് ടൈം കാണുന്നത് അന്നായിരുന്നു. അത് നമുക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അന്ന് ഇയർലി ഉള്ള 1 മന്ത് ലീവിനാണ് വന്നത്. അപ്പോൾ 1 മന്ത് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നൈവുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ടാണ് ആൾ വരുന്നത്. പ്രവാസി മല്ലൂസിന് മനസ്സിലാവും നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ പുള്ളിയെ കാണാനായിട്ട്. കാരണം നമ്മൾ അത്രയും നാൾ വെയിറ്റ് ചെയ്തിരുന്നിട്ടാണല്ലോ ജസ്റ്റ് വീഡിയോ കോള്, വോയിസ് കോള് അങ്ങനെയൊക്കെ കണ്ടിട്ട് നേരിട്ട് കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും മനസ്സിൽ. പ്രവാസി മല്ലൂസിനൊക്കെ അത് മനസ്സിലാവും. പ്രവാസി മല്ലൂസിന് മാത്രമല്ല, പുറത്തൊക്കെ പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും കേട്ടോ. ഫസ്റ്റ് കണ്ട ടൈമിൽ ആൾക്ക് വലിയ കരച്ചിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം എങ്ങനെ ആയിരിക്കുമെന്ന് അറിയത്തില്ല, കാരണം എല്ലാവരെയും ഫെമിലിയർ ഫേസ് ആയിക്കഴിഞ്ഞു. അപ്പം ചെറുതായിട്ട് പരിചയമില്ലാത്തവരെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് പോകത്തില്ല. ആദ്യം കുറച്ച് പാടാണ് ബഗലോടെ കൈ പോകാൻ. ഒന്ന് കണ്ട പരിചയമായിട്ടേ ആളിപ്പോൾ പോവാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കോളിലൊക്കെ കാണുമെങ്കിലും നേരിട്ട് അങ്ങനെ കാണാറില്ലല്ലോ. അപ്പോൾ പുള്ളിയെ കാണുമ്പോൾ ഇനി കരയോ അങ്ങനെയുള്ള ഡൗട്ടൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം കുറച്ചായിട്ട് പിടിച്ച് നിൽക്കും, 2 സ്റ്റെപ്പൊക്കെ വെച്ച് നടക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഫൈനലി നന്ദു റീച്ച് ആയിട്ടുണ്ട്. വിചാരിച്ച പോലെ കരച്ചിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ആള് നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരുന്നത്. ബേബി നല്ല കംഫർട്ടബിൾ ആയിരുന്നു. കരയാത്തതുകൊണ്ട് തന്നെ ഡാഡിയും ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാനും ഹാപ്പി ആയിരുന്നു. പിന്നെ ദുബായിൽ നിന്ന് വരുന്നതിന് മുന്നേ ആൾ പറയുന്നുണ്ടായിരുന്നു നമുക്കിനി ഒരുപാട് വ്ളോഗ് എടുക്കണം. 10 ഡേയ്സ് അല്ലേ ഉള്ളൂ, 10 ഡേയ്സ് നമുക്ക് ഓരോ ഡേയ്സ് ഓരോ വ്ളോഗ് വെച്ചെങ്കിലും എടുക്കണം എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് അറിയാലോ, ഒരു 10 ഡേയ്സ് ലീവിനാണ് വന്നത് ബർത്ത്ഡേ ആയതുകൊണ്ട്. അപ്പോൾ ആ 10 ഡേയ്സ് നമുക്ക് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം രണ്ടുപേരും വരുന്നതിന് മുന്നേ അങ്ങനെ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഫാമിലി മൂമെൻറ്റ്സ് എല്ലാം എൻജോയ് ചെയ്ത് അങ്ങനെ അങ്ങ് പോയി. കുറച്ച് വിഷ്വൽസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറേ ഡേയ്സൊക്കെ ബർത്ത്ഡേ ഷോപ്പിംഗ് ആയിട്ട് തന്നെ പോയി. കാരണം ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ടാണല്ലോ നാട്ടിൽ വന്നത്. അപ്പോൾ കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ കുറേ ദിവസം സ്പെൻഡ് ചെയ്തു. ജസ്റ്റ് ബർത്ത്ഡേ ഷോപ്പിങ്ങും പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ബർത്ത്ഡേ വീഡിയോ ഉടനെ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ലഗേജൊക്കെ കാറിൽ കയറ്റിയതിന് ശേഷം വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ആദ്യം എൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ നിന്ന് നമ്മൾ ബേബിയുടെ പ്രോഡക്ട്സും എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാണ് പിന്നെ നന്ദുവിൻ്റെ വീട്ടിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നാട്ടിൽ വന്നുകൊണ്ട് നാട്ടിലൊരു കോഫി കുടിക്കണം എന്നൊരു കൊതി തോന്നിയിട്ട് നമ്മൾ നൈറ്റ് ഒരു കോഫി ഷോപ്പിൽ കയറിയതാണ് കേട്ടോ ഇത്. ഫൈനലി നമ്മൾ നമ്മുടെ സ്വർഗമായ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ നമ്മൾ 3 പേരെയും കൂടുതലും കളിയും ചിരിയും ബഹളവും എല്ലാം. ഈ ഡാൻസിങ് ടോയ് നൈവു ബേബിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ മെയിൻലി ഈ വ്ളോഗിൽ ബർത്ത്ഡേ ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ 3 പേരുടെയും ഡ്രസ്സ് എവിടെ നിന്നൊക്കെയാണ് പർച്ചേസ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ എൻഡ് ആകുമ്പോഴത്തേക്കും മനസ്സിലാവുന്നതായിരിക്കും. ഓൺലൈൻ നോക്കി കേട്ടോ. ഓൺലൈൻ നോക്കി നമുക്ക് സാറ്റിസ്ഫൈഡ് ആവാത്തതുകൊണ്ടാണ് നമ്മൾ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാമെന്ന് വെച്ചത്. ബിക്കോസ് സൈസും കൂടി അറിയണമല്ലോ. ഓൺലൈൻ നമുക്ക് സൈസ് കറക്റ്റ് കിട്ടുന്നില്ലായിരുന്നു. വന്ന ഉടനെ
ഡാഡി ഒരു ഡാൻസിങ് ടോയ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കളിക്കുന്നത് ഇപ്പോൾ കണ്ടേ. അതിനുശേഷം പിന്നെ ഈ ലൈറ്റ് സെറ്റിംഗ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് വെറൈറ്റി കളേഴ്സ് അതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഇതിലൊരു ബ്ലൂ ആൻഡ് വയലറ്റ് ഷെയ്ഡ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഓൺ ആക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വെള്ളം ഫ്ലോട്ട് ചെയ്യുന്ന പോലെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. നല്ല രസമായിരുന്നു. നല്ലൊരു ആംബിയൻസ് കിട്ടുന്നുണ്ടായിരുന്നു റൂമിൽ. നൈവു ബേബിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അത് വിചാരിച്ചു ഞാൻ പുള്ളി പേടിച്ചാലോ എന്ന്. പക്ഷെ ആൾക്ക് നല്ല ഇഷ്ടമായി. ഡിഫറെൻറ്റ് ലൈറ്റ്സൊക്കെ വന്നപ്പോഴത്തേക്ക് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഉള്ള അൺബോക്സിങ് ആണ് കേട്ടോ. ദുബായ് ബാഗ് അൺബോക്സിങ് ആയിരുന്നു. മെയിൻലി നട്ട്സൊക്കെ ആയിരുന്നു. നട്ട്സ് അല്ലെങ്കിലും കൊണ്ടുവരും. ഇപ്പം പിന്നെ ബേബിയും കൂടെ കഴിക്കുന്നതുകൊണ്ട് അവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്വാളിറ്റി നട്ട്സ് ഐറ്റംസൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ നട്ട്സ് എപ്പോഴും പൊടിച്ച് ഈ കുറുക്കിൻ്റെ കൂടെയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം നട്ട്സാണ് കൂടുതൽ കൊണ്ടുവരുന്നത്. പിന്നെ കുറച്ച് സ്വീറ്റ്സും പിന്നെ കുറച്ച് ദുബായ് പ്രോഡക്ട്സൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇതെൻ്റെ വൺ ഓഫ് ദി ഫേവററ്റ് ലിൻഡിൻ്റെ ചോക്ലേറ്റ് ആണ്. അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മുന്നേ ഒരു ലൈറ്റ് കാണിച്ചില്ലേ, അത് നമുക്ക് എമർജൻസി പോലെ യൂസ് ചെയ്യാം. ചാർജബിളാണ്. ചാർജ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ലൈറ്റ് പോകുന്ന അവിടെയൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അത് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വേറൊരു ദിവസമാണ് കേട്ടോ. നന്ദുവും പപ്പയും കൂടെ അമ്പലത്തിൽ പോകാൻ പോയതാണ് കേട്ടോ. സാധാരണ നന്ദു നാട്ടിൽ വന്ന ആകെ പറയുന്നൊരു കംപ്ലൈൻ്റാണ് നല്ല ചൂടാണെന്ന്. പക്ഷേ ഇപ്രാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ കല്യാണിൽ വന്നു. ബർത്ത്ഡേ ഷോപ്പിംഗ് എന്നും പറഞ്ഞ് ഒരുപാട് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. ബേബിയുടെ ഡ്രസ്സ് നോക്കാനും എൻ്റെ ഡ്രസ്സ് നോക്കാനും നന്ദുവിൻ്റെ ഡ്രസ്സ് നോക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ കല്യാണിലാണ് പോയത്. കല്യാണിൽ നിന്നാണ് കേട്ടോ നൈവു ബേബിയുടെ ഡ്രസ്സ് പർച്ചേസ് ചെയ്തത്. നമ്മൾ വിചാരിച്ചത് നൈവുവിൻ്റെ ഡ്രസ്സിന് വേണ്ടി ഒരുപാട് ഷോപ്പ് പോകേണ്ടി വരുമെന്നാണ്. പക്ഷേ ഫസ്റ്റ് നമ്മൾ കല്യാണിൽ പോയി അവിടെ നിന്ന് തന്നെ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ ആദ്യമേ അങ്ങ് ഇഷ്ടപ്പെട്ട് അത് എന്നെ അങ്ങ് ഫൈനലൈസ് ചെയ്തു കേട്ടോ. അപ്പോൾ നൈവുവിൻ്റെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. പെട്ടെന്ന് കിട്ടി. അതിനുശേഷം നമ്മൾ ആറ്റിങ്ങിൽ വെഡ്ലാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നന്ദുവിൻ്റെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനായിട്ടാണ് വന്നത്. നന്ദുവിന് മാത്രമല്ല എൻ്റെയും കൂടെ ഡ്രസ്സ് നോക്കാനാണ് വന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഡ്രസ്സ് കിട്ടിയിട്ടില്ലായിരുന്നു. നന്ദുവിൻ്റെ ഡ്രസ്സ് വെഡ്ലാൻഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ബർത്ത്ഡേ തീം തന്നെ പ്രിൻസിൻ്റെ തീമായിരുന്നു. അപ്പോൾ അത് റിലേറ്റഡും പിന്നെ നമ്മൾ ബർത്ത്ഡേ തീം കളറ് മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സസ് നോക്കണമല്ലോ. അങ്ങനെയാണ് നോക്കി പോയത്. നന്ദുവിനും ഒരുപാട് നമുക്ക് നോക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ വെഡ്ലാൻഡിൽ നിന്ന് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഫസ്റ്റ് ട്രയൽ ചെയ്ത ബ്ലൂ. കാരണം ബ്ലൂ ക്രീം അങ്ങനെയുള്ള വൈറ്റ് ഇതൊക്കെ മാച്ചിങ് ആയിട്ട് പോകുമായിരുന്നു കേട്ടോ നമ്മളെ തീമുമായിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഒരു കുർത്തയാണ് കേട്ടോ ഫൈനലൈസ് ചെയ്തത്. ആൾക്ക് നല്ല സ്യൂട്ട് ആവുന്നുണ്ടായിരുന്നു ആ കുർത്ത. അങ്ങനെ ആ കുർത്തയാണ് ഫൈനൽ. പിന്നെ പോയത് എൻ്റെ ഡ്രസ്സ് നോക്കാനായിരുന്നു. പക്ഷേ എനിക്ക് കളർ തീമുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സസ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു കേട്ടോ അവിടെ നിന്ന്. ആകെ തീം ബേസ്ഡ് ഉണ്ടായിരുന്നത് ഈ ഒരു ലെഹങ്ക ആയിരുന്നു. പക്ഷെ അത് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ടൈമും നമുക്കില്ലായിരുന്നു. പിന്നെ ഒരുപാട് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടതും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ പിന്നെ കരുതി വേറെ ഷോപ്പിലും കൂടെ നോക്കാമെന്ന് കരുതി വേറെ നോക്കി കേട്ടോ. പിന്നെ അതിനുശേഷം അടുത്ത ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. സ്വീറ്റ്സ് മേടിക്കുകയായിരുന്നു. ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും കൊടുക്കാനായിട്ട് സ്വീറ്റ്സ് മേടിക്കാനായിട്ടാണ് ആ ഷോപ്പിൽ കയറിയത്. അതിനുശേഷം നമ്മൾ സ്വീറ്റ്സ് മേടിക്കാനാണ് കേട്ടോ വന്നത്. അങ്ങനെ നന്ദുവിൻ്റെ ഡ്രസ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. നൈവു ബേബിയുടെ ഡ്രസ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്വീറ്റ്സ് മേടിക്കാൻ വന്നു. പിന്നെ നമ്മൾ കേക്ക് ഓർഡർ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വന്നതാണ് കേട്ടോ ഇവിടെ നിന്നാണ് എൻ്റെ ഡ്രസ്സ് പർച്ചേസ് ചെയ്തത്. അങ്ങനെ ഫൈനലി നമ്മൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു. ഡ്രസ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മളൊരു ദിവസം നന്ദുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൻ്റെ മോളാണ് ആ തൊട്ടടുത്തിരിക്കുന്നത്. നൈവുവിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഫ്രണ്ടിൻ്റെ മോളാണ്. അത് മോനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയി അവിടെ അവരെല്ലാവരെയും കണ്ടിട്ട് പിന്നെ അത് കൊല്ലത്തായിരുന്നു വീട്. കൊല്ലത്ത് പോയി അവരെയൊക്കെ കണ്ടിട്ട് ഒരു നെക്സ്റ്റ് ഡേ ആയിരുന്നു ബർത്ത്ഡേ ഒക്കെ അടിച്ച് പൊളിച്ചു കേട്ടോ. വിചാരിച്ചതെന്ന് നന്നായിട്ട് ബർത്ത്ഡേ ഒക്കെ നടന്നു. അപ്പോൾ ബർത്ത്ഡേ വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. കീപ് വാച്ചിങ്. ലവ് യു ആൾ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.